മോൺസിഞ്ഞോർ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം അച്ഛൻ്റെ ജീവിതത്തിൽ വർഷിച്ച അനുഗ്രഹങ്ങളെ ഓർക്കാനും അച്ഛനിലൂടെ സഭയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കാനും ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. അച്ഛനെ ഓർക്കുമ്പോൾ ഒത്തിരി വിശേഷങ്ങൾ ചേർത്താണ് നമ്മളെപ്പോഴും പറയുക. ആദ്യമായിട്ട് MSMI സഭയുടെ സ്ഥാപകനാണ്, സുപ്രസിദ്ധനായ വചന പ്രഘോഷകനാണ്, ശാലോം ശുശ്രൂഷയുടെ എല്ലാം ആധ്യാത്മിക നേതാവും പിതാവുമാണ്, അഭിഭക്ത തലശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് മാനേജറായിരുന്നു, അതുപോലെ കുടിയേറ്റ ക്രൈസ്തവരുടെ ആത്മീയ നേതാവ് നല്ല ഇടയനായിരുന്നു. കുളത്തുവയലിനെ സംബന്ധിച്ചപ്പോഴും പറയും കുളത്തുവയലിൻ്റെ ശില്പി. ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചേർത്താണ് അച്ഛനെക്കുറിച്ച് എപ്പോഴും ഓർക്കുകയും പറയുകയും ചെയ്യുന്നത്. അച്ഛനെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഏതാനും സമയമൊക്കെ അച്ഛൻ്റെ അടുത്ത് വരാനും സംസാരിക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും എനിക്കൊരു പക്ഷേ അറിയത്തില്ലായിരുന്നു. അതിൻ്റെ കുർബാനയ്ക്ക് ഒരുക്കമായിട്ട് അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. MSMI സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെയാണ് എന്നെ സഹായിച്ചത് അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഓർത്തു, എന്നേക്കാൾ കൂടുതൽ അച്ഛനെ അറിയാവുന്നവരോടാണ് ഞാൻ അച്ഛനെക്കുറിച്ച് പറയുന്നത്. എങ്കിലും അച്ഛനെക്കുറിച്ച് ഞാനും മനസ്സിലാക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലെ സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. അച്ഛൻ്റെ ജനനവും ഒക്കെ നമുക്കറിയാം. 1921 ജൂൺ 11 ആണെന്നുള്ളതും, അതിനുശേഷം വൈദികനാകാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു മിഷണറി വൈദികനാകാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരു മിഷൻ രൂപത എന്ന അർത്ഥത്തിൽ കോഴിക്കോട് രൂപതയിലേക്ക് ചേർന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. 1947 മാർച്ച് 16 വൈദികനായിട്ട് അഭിഷിക്തനായി. അതിനുശേഷം പുരോഹിത ശുശ്രൂഷ ആരംഭിക്കുന്നത് ഞാൻ വായിച്ചതനുസരിച്ച് കോഴിക്കോട് രൂപതയ്ക്ക് കീഴിൽ മാനന്തവാടിയിൽ ഒരു ഇടവക, വളരെ വിസ്തീർണമായിട്ടുള്ള ഇടവകയിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു. ഏതാനും മാസങ്ങൾ അവിടെ ജോലി ചെയ്തു. അവിടെ ഒരു സംഭവം അച്ഛൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. കുറിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മാമോദിസ കൊടുക്കാനായിട്ട് അച്ഛനെ വിളിച്ചു. അപ്പം മാമോദിസ വീട്ടിലേക്ക് പോയി അവിടെ കൊടുക്കണം. അങ്ങനെ വീട്ടിൽ മാമോദിസ കൊടുക്കാനായിട്ട് ചെന്നെത്തിയിരിക്കുന്നത് ഒരു ഏറുമാടത്തിൻ്റെ ചുവട്ടിലാണ്. അവർ താമസിക്കുന്നത് മരത്തിൻ്റെ മുകളിൽ ഏറുമാടത്തിലാണ് താമസിക്കുന്നത്. അവിടെ വേണം മാമോദിസ കൊടുക്കാനായിട്ട്. അച്ഛനെ ലോകയൊക്കെ ഇട്ടുകൊണ്ട് ഈ ഗോവിനെയൊക്കെ കയറി അവിടെ ചെന്ന് ആദ്യമായിട്ടൊരു മാമോദിസയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ് പൗരോഹിത്യ ശുശ്രൂഷ. അതിനുശേഷം നമുക്കറിയാം പേരാവൂർ തുടങ്ങി മലബാർ പ്രദേശത്തെല്ലാം കുറേ ഇടവകളിലെല്ലാം വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. കുടിയേറ്റ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആത്മീയ നേതാവായിട്ട് ശുശ്രൂഷ ചെയ്തു. അതോടൊപ്പം തന്നെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട്. കാരണം എന്താണ്? അന്ന് റോഡില്ല, വഴികൾ പോലുമില്ല. അപ്പോഴൊക്കെ നടന്നു പോകണം, സൈക്കിളിലൊക്കെ യാത്ര ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ ത്യാഗപൂർവ്വം ഈ ശുശ്രൂഷയൊക്കെ ചെയ്തത്. അതോടൊപ്പം നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും അച്ഛൻ കഠിനാധ്വാനം ചെയ്തു. എന്നും ആ ജനങ്ങൾ ആ കാര്യം ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ സംഗ്രഹിച്ച് കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, കുടിയേറ്റ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച തീഷ്ണമതിയായ ആജപാലകനായിരുന്നു വർഗീയച്ഛൻ എന്ന് പറയാൻ സാധിക്കും. അച്ഛൻ്റെ ആ ആജപാലന ശുശ്രൂഷയെക്കുറിച്ചും വൈദിക ജീവിതത്തെക്കുറിച്ചും എല്ലാം ഓർക്കുമ്പോൾ രണ്ടാമതായിട്ട് പറയുന്ന എപ്പോഴും കൊളുത്തുവയലിൻ്റെ ശില്പി എന്നാണ് പറയുക. 1951 കൊളുത്തുവയൽ വികാരിയായിട്ട് നിയമിതനായെന്നും ഇവിടെ വന്ന് ശുശ്രൂഷകൾക്ക് ആരംഭിച്ചപ്പോൾ അച്ഛന് തോന്നി ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് സ്കൂളുകളൊക്കെ സ്ഥാപിക്കണം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കുളത്തുവയലും സമീപപ്രദേശുമായിട്ട് 5 സ്കൂളുകൾ അച്ഛൻ സ്ഥാപിച്ചു. 5 സ്കൂളുകളുടെ മാനേജർ. അതുകൊണ്ടായിരിക്കാം വള്ളോപ്പള്ളി പിതാവ് തലശ്ശേരി രൂപത വന്നപ്പം കോർപ്പറേറ്റ് മാനേജറായിട്ട് അച്ഛനെ നിയമിക്കുന്നു. ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു ദൗത്യം നിറവേറ്റിയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെയും അവസാനിക്കുന്നില്ല. SLC പാസ്സായ കുട്ടികൾക്ക് വീണ്ടും ഉന്നത വിദ്യാഭ്യാസം കിട്ടിയാലേ ഉള്ളൂ നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കാൻ, ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ജോർജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആരംഭിച്ചു. ഞാനോർത്തു ഇന്നിപ്പോൾ നമുക്ക് സ്റ്റാർട്ടൊക്കെ ഉണ്ട് അല്ലേ, താമരശ്ശേരി രൂപതയിൽ. അന്നത്തെ സ്റ്റാർട്ടായിരുന്നു ഒരു വർഷത്തെ ഈ ജോർജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ. അപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി പെരുമാറി, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പെരുമാറി, നാടിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി
ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങി. ആ വിധത്തിലെല്ലാം അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ദേവാലയത്തിന് നിർമ്മിതി, ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. പരിമിതമായിട്ടുമുള്ള സംഖ്യ മാത്രമേ ഉള്ളൂ. എങ്കിലും ജനങ്ങളുടെ എല്ലാം സഹകരണം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുർബാനയൊക്കെ കഴിഞ്ഞ ശേഷം അച്ഛൻ പറയും, എല്ലാവരും ഓരോ കല്ലെടുത്ത് വിട്ടിട്ട് വേണം പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ എല്ലാം സഹകരണത്തോടു കൂടി മനോഹരമായിട്ട് സെൻറ്റ് ജോർജ് ദേവാലയം അച്ഛനോടെ പടുത്തുയർത്തി. അതിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ശാലോം ശുശ്രൂഷയാണ്. ശാലോം ശുശ്രൂഷയും മീഡിയയും പിന്നെ ടെലിവിഷനും എല്ലാം വരുമ്പോഴും ഒരു ആത്മീയ ഉപദേഷ്ടാവായിട്ട്, ആത്മീയ പിതാവായിട്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ അച്ഛനുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ സംഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ഛന് കൊടുക്കാവുന്ന ഒരു വിശേഷണമാണ് കൊളുത്തുവയലിൻ്റെ ശില്പി. അടുത്തതായിട്ട് നമ്മൾ ഓർക്കുന്നത് പ്രധാനപ്പെട്ട തീർച്ചയായും MSMI സഭയുടെ സ്ഥാപകൻ എന്നുള്ളതാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചത്, അച്ഛൻ സെമിനാരിക്കാരനായിരിക്കുമ്പോൾ തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഓർത്തു, കുടുംബങ്ങളുടെ വിശുദ്ധീകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു സെമിനാരിക്കാരനായിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ദൈവ ഈ ചിന്ത പാകിയിരുന്നു. വൈദികനായതിനു ശേഷം വീണ്ടും ഈ ചിന്ത വളർത്തിക്കൊണ്ടേയിരുന്നു. അതിന് വൈദികരെ സഹായിക്കാനായിട്ട് സമർപ്പിതരുടെ സഹായം ആവശ്യമാണെന്ന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സമർപ്പിത സമൂഹം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച് പിതാവിനടുത്തുനിന്ന് ആശയങ്ങളൊക്കെ പങ്കുവെച്ച് പിതാവിൻ്റെ അനുമതിയോടും ആശീർവാദത്തോടും കൂടി റോമിൽ നിന്ന് അനുവാദമൊക്കെ വാങ്ങി. നമുക്കറിയാം 1962 സെപ്റ്റംബർ 8 സഭ ഔദ്യോഗികമായിട്ട് സ്ഥാപിതമായി. അതിനുശേഷം ഈ സഭയെ ദൈവം ഒത്തിരി വളർത്തി. ദൈവം വളർത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ 4 പ്രോവിൻസ്, 800-ലധികം അംഗങ്ങൾ, ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും എല്ലാം സാന്നിധ്യവും ശുശ്രൂഷയും എല്ലാം എത്തിക്കഴിഞ്ഞു. ദൈവം എത്തിച്ചു കഴിഞ്ഞു. അങ്ങനെ ദൈവം MSMI സമൂഹത്തെ ദൈവത്തിൻ്റെ പരിപാലനയിൽ സ്ഥാപിക്കുകയും വളർത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ കാണുന്നത്, അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പം സുപ്രസിദ്ധനായൊരു വചനപ്രഘോഷകൻ, കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിലൊക്കെ നേതൃത്വം നൽകി തനതായ വ്യക്തിമുദ്ര പതിച്ച ഒരു വ്യക്തിയായിരുന്നു CJ വർഗീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു. അച്ഛൻ്റെ വചനപ്രഘോഷണത്തെ ദൈവം അടയാളങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തി. അച്ഛൻ്റെ വചനപ്രഘോഷണത്തിൽ സംബന്ധിക്കുന്നവർക്ക് രോഗശാന്തി ലഭിച്ചതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ, സാക്ഷ്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി, വായിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കൗൺസിലിങ്, ദർശനപരത്തോടുകൂടി കൗൺസിലിംഗ് നടത്തി അനേക കാര്യങ്ങളെ സഹായിക്കാനായിട്ട് അച്ഛന് സാധിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ കൊളുത്തുവയൽ എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് സെൻറ്റർ എന്ന് ഉടനെ പറയും. എനിക്കറിയാവുന്നതും പരിചയപ്പെട്ടവരും എല്ലാവരും പറയും, ഞാൻ കൊളുത്തുവയലിലാണ് കൗൺസിലിങ്ങിന് പോയത്, പഠിച്ചത്. അച്ഛൻ അച്ഛനും ഇവിടെ ഇരിപ്പുണ്ട്. കൗൺസിലിംഗ് ഞാൻ നോക്കുമ്പോൾ കല്യാണരൂപതക്കാരൻ അച്ഛനും ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയുക ഇത് കൂട്ടത്തിൽ കൂടാനായിട്ട്. അപ്പോൾ അങ്ങനെ കൗൺസിലിങ്ങിന് പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് മാറി കൊളുത്തുവയൽ എന്നുള്ളതും അത് അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു പ്രത്യേകമായൊരു കൃപയൊരു വരവുമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ദർശന വരത്തോടു കൂടി കൗൺസിലിംഗ് നടത്താനായിട്ട് അങ്ങനെ അനേക കാര്യങ്ങളുടെ ആത്മീയ പിതാവായിരുന്നു, ആത്മീയ ഉപദേശമായിരുന്നു അച്ഛനെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും വീണ്ടും അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പോകുമ്പം പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു അച്ഛൻ. രാവിലെ എഴുന്നേറ്റ് വന്ന് പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കും. കുറേ സമയം പ്രാർത്ഥിക്കും. അതോടൊപ്പം എത്രമാത്രം ജോലി തിരക്കുണ്ടെങ്കിലും ശരി, അനുദിന പ്രാർത്ഥനകളിൽ ഒരിക്കലും മുടക്കം വരുത്തുകയില്ല. ആ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് ചൊല്ലുക നിഷ്ഠയായിരുന്നു അച്ഛന്. ജപമാല, മാതാവിനുള്ള ഭക്തി, ജപമാല എപ്പോഴും കയ്യിലുണ്ടാകും, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും, മാതൃഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മോട്ടോവായിട്ടോ അല്ലെങ്കിൽ ആപ്തവാക്യമായിട്ടോ സ്വീകരിച്ചത് ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ആശ്രയിക്കുക, ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുക. അതായിരുന്നു ആപ്തവാക്യം. ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം, ദൈവത്തിന്. എനിക്കൊന്ന് കാനായിലെ കന്യാളി വിരുന്നിൽ മാതാവ് നമ്മെ പഠിപ്പിക്കുന്ന അതല്ലേ. ശൂന്യമായ കൽഭരണിയിൽ മാതാവിന് ഈശോയിൽ ആശ്രയിച്ചു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റി, അത്ഭുതം സംഭവിച്ചു. അച്ഛൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്തവാക്യം ജീവിക്കാൻ പരിശ്രമിച്ചതുകൊണ്ടാണ്. പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുക. അതായിരുന്നു അച്ഛൻ്റെ ജീവിതവ്രതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അച്ഛൻ പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞ വൈദികനായിരുന്നു. സെമിനാരിക്കാരനായിരിക്കുമ്പോഴേ ആഗ്രഹിച്ചത് മിഷണറി ആകണമെന്ന് ആഗ്രഹിച്ചത്. വൈദികനായതിനു ശേഷവും ആഗ്രഹമുണ്ടായിരുന്നു മിഷൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ മിഷൻ ചൈതന്യം സഭാംഗങ്ങൾക്ക് നൽകി. സഭാംഗങ്ങളെല്ലാവരും മിഷൻ ചൈതന്യത്തിൽ വളർത്തണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മിഷൻ രൂപതകളിലേക്കൊക്കെ
സമർപ്പിതരെ അയച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലോളം വരെ പ്രേക്ഷിതരെ നമ്മൾ സമർപ്പിതരെ അയച്ചിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷിത ചൈതന്യത്തിലെ അടയാളമായിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ എന്ന് പറയുമ്പം കല്യാൺ രൂപതയിലും MSME സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവിടെയും ഈ പ്രേക്ഷിത ജോലിയിൽ പ്രത്യേകം ഇടപെട്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എവാഞ്ചലൈസേഷൻ നമുക്ക് കല്യാൺ രൂപതയിലുണ്ട്. അവിടെ ക്രൈസ്തവരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായ ക്ലാസ്സുകൾ, വചനപ്രഘോഷണമുണ്ട്. അവർ മാമോദിസ മുങ്ങിക്കഴിയുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിശീലനമുണ്ട്. അവിടെയെല്ലാം MSME സിസ്റ്റേഴ്സ് സ്വത്രഹമായ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അജപാലന ശുശ്രൂഷ എല്ലാ മേഖലകളിലും അവരുണ്ട്. വചനപ്രഘോഷമാകാം, കൗൺസിലിംഗ് ആകാം, കുടുംബ നവീകരണത്തിലാകാം, വിശുദ്ധീകരണത്തിലാകാം, പ്രോ ലൈഫ് ആകാം. അങ്ങനെ എല്ലാ തലങ്ങളിലും MSME സിസ്റ്റേഴ്സ് കല്യാൺ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എന്നുകൂടി സാക്ഷ്യപ്പെടുത്താനായിട്ട് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മിഷൻ ചൈതന്യം സഭാമക്കൾക്ക് നൽകി. അവസാനമായിട്ട് ഞാൻ പിന്നെ ഓർക്കുന്നത് കരുണാർദ്ര സ്നേഹത്തിൻ്റെ മൂർത്തഭാവമായിരുന്നു അച്ഛൻ. അനാഥരോടും പാവപ്പെട്ടവരോടും പ്രത്യേകമായൊരു സ്നേഹം നമ്മളിവിടെ കാണുകയുണ്ടായി. അതിനുവേണ്ടി അനാഥശാലകളൊക്കെ ആരംഭിക്കണം. അവർ ചൈതന്യം സഭാമക്കൾക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് കല്യാണിലുമുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. കാരുണ്യ പ്രവർത്തികൾക്ക് സിസ്റ്റേഴ്സ് എപ്പോഴും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അച്ഛനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഒത്തിരിയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ഞാൻ വാസ്തവത്തിൽ ഇതെല്ലാം പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത്. ഒത്തിരിയൊക്കെ അച്ഛനെക്കുറിച്ച് നല്ല മാതൃകകൾ. അപ്പം ചുരുക്കമായിട്ട് പറയുമ്പം പറയാൻ സാധിക്കുന്നത്, ഒത്തിരിയധികം പ്രാർത്ഥിച്ച ഒരു വൈദികൻ, ഒത്തിരിയധികം വചനം പ്രസംഗിച്ച ഒരു വൈദികൻ, ഒത്തിരിയേറെ പ്രവർത്തിച്ച ഒരു വൈദികൻ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പറയാൻ എടുക്കുന്നത് കടമെടുക്കാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന സോജി അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛനോട് ഇരിപ്പുണ്ട്. ഞാനിന്ന് മൃതസംസ്കാര വേളയിൽ ഞാനിവിടെ ഇല്ല. അന്ന് ചിറ്റിലപ്പി പിതാവ് മോൺസിഞ്ഞോർ അച്ഛനെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യം ഞാൻ കേട്ടപ്പം ഞാൻ ഓർത്തു, അത് വളരെ അർത്ഥവത്താണല്ലോ. അപ്പോൾ പിതാവ് പറഞ്ഞു, എത്രേ വർക്കിച്ചൊരു ജീവിതം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഒരു മനുഷ്യന് ഒരു ജീവിതകാലം കൊണ്ട് ഇത്രമാത്രം കാര്യങ്ങൾ ദൈവത്തിനും ദൈവജനത്തിനും സഭയ്ക്കും വേണ്ടി ചെയ്തു തീർക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് CJ വർക്കിച്ച്. സോ ഐ വണ്ടർ അറ്റ് ഹിസ് ലൈഫ് എന്ന് പിതാവ് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇത് കൂടി ചെയ്യാൻ പറ്റില്ല, അത്രയും ചെയ്തിട്ടുണ്ടെന്ന്. അതിന് ദൈവം തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിത്യസമ്മാനം നൽകി അനുഗ്രഹിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള പ്രാർത്ഥന ഇതാണ്. ദൈവസന്നിധിയിൽ മധ്യസ്ഥ അപേക്ഷിക്കുന്നു. എങ്കിലും പേര് വിളിക്കപ്പെട്ട വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടണം. അതിൻ്റെ പ്രോസസ്സ് അധികം താമസിക്കാതെ തുടങ്ങാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പടികളിലേക്ക് നമുക്ക് പോകാം. ദൈവം തീർച്ചയായിട്ടും അതിന് വഴിയൊരുക്കും, യാതൊരു സംശയമില്ല. അതിനും ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനിലൂടെ ഈ സഭാംഗങ്ങൾ മുഴുവനും നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ. അച്ഛൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃകയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.